നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. KDBയെ ഒരു ചാമ്പ്യൻ ടീം റാഞ്ചാൻ പോകുന്നു. വാർത്തകളൊക്കെ ഇപ്പോൾ ആ വഴിക്കാണ്. ഇറ്റാലിയൻ മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രിസിയോ റൊമാനോയും അത് സ്ഥിരീകരിക്കുന്നുണ്ട്. കെവിൻ ഡി ബ്രൂയിനെ മാഞ്ചസ്റ്റർ സിറ്റി വിട്ട താരം എങ്ങോട്ടേക്ക് എന്നുള്ളത് ആരാധകർ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുന്നതാണ്. ഇംഗ്ലണ്ടിൽ നിന്ന് ചില ക്ലബ്ബുകൾ രംഗത്തുണ്ട്, ലിവർപൂൾ രംഗത്തുണ്ട് എന്നൊക്കെ വാർത്തകൾ വന്നിരുന്നെങ്കിലും ഇപ്പോൾ കൂടുതൽ വാർത്തകൾ ഒക്കെ സൂചിപ്പിക്കുന്നത് നാപ്പോളിയാണ് അദ്ദേഹത്തിനായിട്ടുള്ള റേസിൽ മുന്നിലെന്ന്. അതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഫബ്രിസിയോ റൊമാനോയുടെ റിപ്പോർട്ട് അനുസരിച്ച് കെവിൻ ഡി ബ്രൂയിനെ നാപ്പോളിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. നാപ്പോളി കൂടുതൽ കോണ്ടാക്റ്റുകൾ നടത്തി ഡീല് എത്രയും പെട്ടെന്ന് അടുത്ത ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ സീൽ ചെയ്യാനുള്ള ശ്രമത്തിലാണ് നാപ്പോളി ഉള്ളത്. അദ്ദേഹത്തിൻ്റെ മാഞ്ചസ്റ്റർ സിറ്റിയിലെ ഫൈനൽ മത്സരം കഴിഞ്ഞ ഉടനെ, അവസാന കളി കഴിഞ്ഞ ഉടനെ സ്വന്തമാക്കാനുള്ള ശ്രമത്തിലേക്കാണ് അവർ ഇപ്പോൾ കടക്കുന്നത്. 3 വർഷത്തെ ഡീലാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. 27 മില്യൺ യൂറോയുടെ സാലറി ഇൻ 3 years ഇൻക്ലൂഡിങ് സൈനിങ് ഫീ അദ്ദേഹത്തിന് കൊടുക്കാൻ അവർ തയ്യാറുമാണ്. എന്തായാലും അടുത്ത ആഴ്ചയിൽ തന്നെ താരത്തിൻ്റെ തീരുമാനമുണ്ടാകും എന്നുകൂടി ഫബ്രിസിയോ റിപ്പോർട്ട് ചെയ്യുന്നു. കുടുംബവുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും ആ തീരുമാനത്തിലേക്ക് പോവുക എന്നതാണ് KDBയുടെ നിലപാട്. ഏതായാലും ഇംഗ്ലീഷ് ചാമ്പ്യന്മാരായിരുന്ന സിറ്റി ഇത്തവണ അല്ലെങ്കിലും കഴിഞ്ഞ തവണയൊക്കെ അവർ തന്നെ ആയിരുന്നല്ലോ ചാമ്പ്യന്മാർ. അവിടെ നിന്ന് ഇറ്റാലിയൻ സീരിയയിലേക്ക് പോയി അവിടുത്തെ നിലവിലെ ചാമ്പ്യന്മാരായ നാപ്പോളിക്ക് വേണ്ടി കളിക്കുമോ KDB എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഓൾറെഡി നമുക്കറിയാം അദ്ദേഹം ജർമ്മൻ ബുണ്ടസ് ലീഗയിൽ കളിച്ചിട്ടുണ്ട്. വെർഡർ ബ്രെമന് വേണ്ടിയും അതുപോലെ വോൾസ്ബർഗിന് വേണ്ടിയും ഒക്കെ കളിച്ചിട്ടുണ്ട്. പിന്നെയാണ് ഇംഗ്ലണ്ടിൽ വന്നത്. ഇനിയിപ്പോൾ ടോപ്പ് 5 ലീഗിലെ മറ്റൊരു ലീഗായ ഇറ്റലിയിലേക്ക് അദ്ദേഹം ചേക്കേറുമോ? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.